കുറച്ച് പച്ചക്കറികൾ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇത് കുറച്ച് കൃഷിഭവനിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ തക്കാളി കണ്ടോ ഇതിൽ കായ്ച്ച് നിൽക്കുന്നത്. ഈ തക്കാളി തൈകൾ കുഞ്ഞു തൈകളായിരുന്നു കേട്ടോ. ചെറിയ കൊച്ചു തൈകൾ കിട്ടി. ഈ ഗ്രോ ബാഗിനകത്ത് എടുത്തിരിക്കുന്ന മണ്ണ് ഉണ്ടോ, നല്ല മണ്ണാണ്. മണ്ണും ചാണകപ്പൊടിയും പിന്നെ ചാരം കൂടെ കുറച്ച് വേപ്പൻ പിണ്ണാക്കും കൂടെ ചേർത്ത് അങ്ങനെ നല്ല ഒരു പോട്ടിങ് മിക്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഗ്രോ ബാഗിലെല്ലാം നിറച്ച് നട്ടപ്പോഴേക്കും കുറച്ച് നാളുകൾ കൊണ്ട് നല്ല ശക്തിയായിട്ട് വളർന്നു വന്നു. നല്ല തക്കാളി കണ്ടില്ല, നല്ല ഭംഗിയുള്ള തക്കാളിയാണ്, നല്ല പുഷ്ടിയുള്ള. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു രാസവളവും ചേർന്നതല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതെടുത്ത് കഴിക്കാം കേട്ടോ. പറിച്ച് പച്ചയ്ക്ക് തന്നെ കഴിക്കാം. പച്ചയ്ക്കാണെങ്കിൽ പഴുത്ത് നിൽക്കുന്നത് കഴിക്കുന്ന ഒത്തിരി നല്ലതാണല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ളതാണല്ലോ തക്കാളി. ഒത്തിരി അസുഖങ്ങളൊക്കെ മാറാൻ നല്ല, ക്യാൻസർ മാറാൻ വരെ ഈ തക്കാളി നമ്മൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ വളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് ശരീരത്തിന് നല്ലതാണ്. പച്ചക്കറി തൈകൾ മാത്രമല്ല കേട്ടോ, തക്കാളി തൈകൾ മാത്രമല്ല കേട്ടോ. പിന്നെ കണ്ടോ എഗ് പ്ലാന്റ്, അതായത് കത്തിരി കായ്ച്ച് നിൽക്കുന്ന എല്ലാം ഇങ്ങനെ അപ്പോഴും കൊണ്ടു നട്ടതല്ല. നല്ലവണ്ണം കായ് പിടിച്ച് കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചൊക്കെ പറിച്ചെടുത്ത് അടർത്തിയെടുത്ത് കറി വെക്കാനൊക്കെ തുടങ്ങി. ഇത് വെണ്ട, ലേഡീസ് ഫിംഗർ അല്ലേ, അത് കിട്ടി. കത്തിരിയുണ്ട്, വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ വേറെ വഴുതന, അതും നിറച്ചുണ്ട്. കുറേ നട്ടിട്ടുണ്ട് വഴുതന. പിന്നെ എന്താ വെച്ചാൽ പച്ചമുളകുണ്ട്. പച്ചമുളക് കായ്ച്ച് നിൽക്കുന്നതാണ്, നല്ല കായ പിടിച്ച് നിൽക്കുക. എല്ലാറ്റിനും ഒരേ രീതിയിലാണ് പോട്ടിങ് മിക്സ് ചെയ്തത്. അറിയാം, ഗ്രോ ബാഗുകൾ കൊണ്ടുവന്ന് വെച്ചു. എല്ലാത്തിലും ഈ മിശ്രിതം നിറച്ചിങ്ങനെ നട്ടപ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെയൊക്കെ വേണം. അത് ഇനിയും വെച്ച് പിടിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏത് രീതിയിൽ നോക്കിയാൽ ലാഭം മാത്രം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. നമ്മൾ നല്ല പച്ചക്കറികളും വെച്ച് ആഹാരം കഴിക്കുമ്പോഴേക്കും. പിന്നെ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ടെറസിന് കേടല്ലേ എന്നില്ല. പക്ഷേ ടെറസ് കിച്ചൺ ഗാർഡനാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം വെച്ചാൽ അതിൻ്റെ പുറത്ത് ടെറസിൻ്റെ മുകളിൽ കറുത്ത ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഗ്രോ ബാഗിൽ മണ്ണ് വെച്ച് പച്ചക്കറി കൃഷി ചെയ്തത്. അതുകൊണ്ട് ടെറസിനും കേടില്ല, അതിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ കാലാവസ്ഥ കുറച്ച് ചൂടുള്ള കാലാവസ്ഥയാണ്. എന്നിരിക്കലും രാവിലെയും വൈകുന്നേരവും 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും. കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വന്ന് നോക്കി അതിനെയൊക്കെ എടുത്ത് കളയും. ഒരു കത്തിരിയിൽ ഒരു പുഴു ഞാൻ കണ്ടു, അതിനെ ഞാൻ അപ്പം തന്നെ എടുത്ത് കളഞ്ഞു. പിന്നെ അതിന് ശേഷം ഉള്ളതൊന്നും കണ്ടില്ല കേട്ടോ. നല്ല പച്ചക്കറികളാണ്. പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും വീട്ടിൽ ആവശ്യത്തിന് പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് സാധിക്കും കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും. നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ കഴിക്കണം. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന നമുക്കറിയാമല്ലോ, എല്ലാം കീടനാശിനികൾ ചേർന്നതാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് വാങ്ങി കഴിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കുന്നതായാലും ധൈര്യമായിട്ട് നല്ല കഴിക്കാം. കാരണം അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത പച്ചക്കറികളാണ് എന്നുള്ള ഉറപ്പോടുകൂടി നമുക്കത് കഴിക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ടെറസ് കിച്ചൺ ഗാർഡനോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കൃഷി ചെയ്യാം. പുറത്തും സ്ഥലമുണ്ട്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടും. പുറത്ത് അത്രയും സൺലൈറ്റ് കിട്ടത്തില്ല, മരങ്ങളുടെ തെങ്ങിൻ്റെയൊക്കെ ചൂടായതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ്
ടെറസിലോട്ടാക്കിയത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ സന്തോഷമായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല പച്ചക്കറികൾ അത് കാണുന്നതിന് ഒരു മനസ്സിനൊരു സുഖമാണ്. നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളെ നമുക്കത് കിട്ടുമ്പോൾ പറിച്ചിങ്ങനെ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷമാണ്. ഞാനൊരെണ്ണം പറിച്ച് കാണിക്കും. എൻ്റെ ടൊമാറ്റോ ഉണ്ടോ പറിച്ചെടുത്തതേ മനസ്സിന് സന്തോഷം. ഇത് കഴിക്കുമ്പോഴും അങ്ങനെയാണ്, നല്ല സംതൃപ്തിയാണ് കേട്ടോ. എന്തായാലും കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ല പച്ചക്കറി കിട്ടും. അപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയല്ലേ? എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ.